നമസ്കാരം. നവീൻ ഇൻസ്പയേഴ്സ് ദി ട്രാൻസ്ഫോർമേഷണൽ കോച്ച്. നമുക്കറിയാം, ഏത് മേഖലയിലും വിജയിക്കുന്ന ആളുകളെ എടുത്ത് പരിശോധിച്ചാൽ അവരൊക്കെ പ്രൊഫഷണൽസ് ആണ്. അത് ഏത് മേഖലയും ആയിക്കൊള്ളട്ടെ, ആ മേഖലയിലെ ഏറ്റവും പ്രൊഫഷണലായി നിൽക്കുന്ന വ്യക്തിയായിരിക്കും അവിടെ ഒരു ഹൈ ഇൻകം സ്കിൽ അല്ലെങ്കിൽ ധാരാളം വരുമാനം സമ്പാദിക്കാനുള്ള ഒരു കഴിവുള്ള വ്യക്തി എന്ന് പറയുന്നത്. ഏത് പ്രൊഫഷനിലും അങ്ങനെയാണെങ്കിൽ സെയിൽസിലും അങ്ങനെ തന്നെയാണ്. സെയിൽസിലും പ്രൊഫഷണലായ ഒരു വ്യക്തിക്ക് അൺപ്രൊഫഷണലായി വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു സെയിൽസ്മാനേക്കാളും റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാനും വേണ്ട രീതിയിലുള്ള എല്ലാ അച്ചീവ്മെന്റ്സ് കരസ്ഥമാക്കാനും ഒക്കെ കഴിയുന്നതാണ്. അപ്പൊ നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം എങ്ങനെ ഒരു പ്രൊഫഷണൽ സെയിൽസ്മാൻ ആവാം. നിലവിൽ നാം സെയിൽസ് ചെയ്യുന്ന രീതിയിൽ നിന്നും ഒരു പ്രൊഫഷണൽ വേയിൽ സെയിൽസ് ചെയ്യുന്ന വ്യക്തിയായിട്ട് എങ്ങനെ മാറാം, അതിന് ചെയ്യേണ്ട 5 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിൽ ആദ്യം ഒരു സെയിൽസ്മാൻ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് കോൾഡ് ആർട്ട് ഓഫ് ഓപ്പണിംഗ് പഠിക്കുക. ആർട്ട് ഓഫ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമറെ പോയി കാണുന്ന സമയത്ത് ആ കസ്റ്റമറുമായി തുടക്കത്തിൽ സംസാരിച്ച് നല്ലൊരു ബന്ധമുണ്ടാക്കുന്ന പ്രോസസ്സാണ് ആർട്ട് ഓഫ് ഓപ്പണിങ്ങിലൂടെ ഒരു സെയിൽസ്മാൻ ചെയ്യുന്നത്. ഒരു പ്രൊഫഷണൽ സെയിൽസ്മാനെ എടുത്താൽ വളരെ ഭംഗിയായ രീതിയിൽ തന്നെ ഒരു പുതിയ കസ്റ്റമറുടെ അടുത്ത് സംസാരിക്കുകയും വളരെ ഈസിയായി തന്നെ ഒരു രസകരമായ റിലേഷൻ, ഒരു പേഴ്സണൽ ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാനും ആ സെയിൽസ്മാന് കഴിവുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം അത് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളും ഒരു പ്രൊഡക്റ്റോ സർവീസോ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനപ്പുറം സംസാരിക്കാൻ പോകുന്ന മനുഷ്യന്റെ അടുത്ത് നല്ലൊരു മനുഷ്യത്വത്തോടു കൂടിയുള്ള ഒരു റിലേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള കെൽപ്പാണ് ആദ്യം ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ആർട്ട് ഓഫ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ കസ്റ്റമറുമായി സംസാരിക്കുകയും ഒരു മനുഷ്യനെ പോലെ സംസാരിക്കുകയും ചെയ്തു, ഒരു മെഷീനായിട്ടല്ല, ഒരു മനുഷ്യനെ പോലെ സംസാരിച്ച് ആ വ്യക്തിയെ മനസ്സിലാക്കുന്ന ഒരു പ്രോസസ്സാണ് ആർട്ട് ഓഫ് ഓപ്പണിംഗിൽ ഒരു സെയിൽസ്മാൻ ചെയ്യേണ്ടത്. 2, ആർട്ട് ഓഫ് പ്രോബിംഗ്. മികച്ച ചോദ്യങ്ങൾ ചോദിച്ചാൽ മാത്രമേ മികച്ച ഉത്തരങ്ങൾ ലഭിക്കുകയുള്ളൂ. നാം സംസാരിക്കുന്ന ആ ഒരു മനുഷ്യന്റെ, ആ ഒരു കസ്റ്റമറുടെ അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങൾ ഏതൊക്കെയാണ്, അനിഷ്ടങ്ങൾ ഏതൊക്കെയാണ്, അദ്ദേഹത്തിന്റെ മനോഭാവം എങ്ങനെയാണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? നാം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആ വ്യക്തി തരുന്ന മറുപടിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോ ഏറ്റവും നല്ല രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ച് ആ ചോദ്യങ്ങളിലൂടെ കസ്റ്റമർ സംസാരിക്കുന്ന ആ പറയുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി അനലൈസ് ചെയ്ത് ആ കസ്റ്റമറുടെ മനോഭാവം എങ്ങനെയാണെന്നും ആ കസ്റ്റമർ എത്തരത്തിലുള്ള ഒരു വ്യക്തിയാണെന്നും എന്തൊക്കെയാണ് ആ വ്യക്തിയുടെ താല്പര്യങ്ങളെന്നും മനസ്സിലാക്കാൻ ഒരു പ്രൊഫഷണൽ സെയിൽസ്മാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ഇതേപോലെ നമുക്കൊരു പ്രൊഫഷണൽ സെയിൽസ്മാൻ ആവണമെങ്കിൽ മികച്ച ചോദ്യങ്ങൾ കസ്റ്റമറോട് ചോദിക്കാൻ പഠിക്കണം. പ്രോബ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മൾ കൂട്ടണം. അതിൽ തന്നെ ഓപ്പൺ ചോദ്യങ്ങളും ക്ലോസ്ഡ് ചോദ്യങ്ങളും മിക്സ് ചെയ്ത് നമുക്ക് ചോദിക്കാം. ഇതിൽ ഓപ്പൺ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ കസ്റ്റമർക്ക് നിർത്താതെ തന്നെ നമ്മളോട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ കഴിയുന്ന ചില ചോദ്യങ്ങളെയാണ് ഓപ്പൺ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ കസ്റ്റമറോട് ചോദിക്കുകയാണ്, എന്താണ് സാറ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്, എങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് ഇപ്പോൾ മാർക്കറ്റിലെ വെല്ലുവിളികൾ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കസ്റ്റമർക്ക് ഡീറ്റെയിൽ ആയി സംസാരിക്കാൻ കഴിയും. അതല്ല, പെർട്ടിക്കുലർ ഒരു പ്രൊഡക്റ്റ് വിൽക്കാനാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്ത് കസ്റ്റമർ സംസാരിക്കാൻ സാധ്യതയുള്ള ഓപ്പൺ ആയ ചില ചോദ്യങ്ങൾ ചോദിക്കുക. വളരെ സിമ്പിൾ ആണ്. ഓപ്പൺ ചോദ്യം എന്ന് പറഞ്ഞാൽ കസ്റ്റമർക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഉത്തരം തരാൻ കഴിയണം. അതേസമയം ക്ലോസ്ഡ് ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾക്ക് മെഴ്സിഡീസ് ബെൻസ് ആണോ ഇഷ്ടം അതോ BMW ആണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമായിരിക്കും കിട്ടണത്. ഒരു ഓപ്ഷൻ ഇട്ടിട്ടുള്ള ചോദ്യം ചോദിക്കണേ, അതിനെ ക്ലോസ്ഡ് ക്വസ്റ്റ്യൻ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ മെഴ്സിഡീസ് ബെൻസ് എന്തുകൊണ്ടാണ് താങ്കൾക്ക് ഇഷ്ടം, അല്ലെങ്കിൽ BMW എന്തുകൊണ്ടാണ് ഇഷ്ടം എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ അതൊരു ഓപ്പൺ ചോദ്യമാണ്. അപ്പോ ഓപ്പൺ ചോദ്യങ്ങൾ ചോദിക്കാനും ഒരു സെയിൽസ്മാൻ പഠിക്കണം, ക്ലോസ്ഡ് ചോദ്യങ്ങൾ ചോദിക്കാനും ഒരു സെയിൽസ്മാൻ പഠിക്കണം. ഇങ്ങനെ ചോദ്യങ്ങളിലൂടെ കസ്റ്റമറുടെ മനോഭാവം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിരിക്കും പ്രൊഫഷണൽ സെയിൽസ്മാൻ. 3, ആർട്ട് ഓഫ് എംപതി. കസ്റ്റമറോട് സംസാരിക്കുന്ന സമയത്ത് നാം സംസാരിക്കുന്ന കാര്യങ്ങളും കസ്റ്റമറുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ വേണം സംസാരിക്കാൻ. അതായത് കസ്റ്റമർ സംസാരിക്കുന്ന ഒരു സ്പീഡ് കാണും, നമ്മൾ സംസാരിക്കുന്ന ഒരു സ്പീഡ് കാണും. കസ്റ്റമർ സംസാരിക്കുന്ന സ്പീഡ് എന്താണെന്ന് മനസ്സിലാക്കി ആ സ്പീഡിൽ വേണം നമ്മൾ കസ്റ്റമറോട് സംസാരിക്കാൻ. അതായത് വളരെ ഈസി ആയിട്ട് തന്നെ കസ്റ്റമർക്ക് നമ്മളോട് ഇന്ററാക്ട് ചെയ്യാൻ കഴിയണമെന്നാണ് ഇതിന്റെ അർത്ഥം. നമുക്ക് കസ്റ്റമറെ എല്ലാ പ്രശ്നങ്ങളൊന്നും സോൾവ് ചെയ്യാൻ കഴിയില്ല, കസ്റ്റമർ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ഉത്തരവൊന്നും നമ്മുടെ കയ്യിലില്ല. പക്ഷേ ചില ഇൻഫർമേഷൻസ് നമുക്ക് കൊടുക്കാൻ കഴിയും. കസ്റ്റമറുടെ അടുത്ത് നമ്മളൊരു പ്രൊഡക്റ്റ് വിൽക്കാനാണ് ചെന്നിരിക്കുന്നതെങ്കിലും അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കിയാൽ നമ്മളെപ്പോലൊരു മനുഷ്യനാണ് അദ്ദേഹം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എംപതറ്റിക് ആയി തന്നെ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ നമ്മുടെ കോൺടാക്റ്റിൽ നിന്നുള്ള ഒരു വ്യക്തിയെ കണക്ട് ചെയ്താൽ മതിയാവും. ചിലപ്പോൾ അദ്ദേഹത്തിന് ചെവിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. നമുക്കറിയാം, നല്ലൊരു മികച്ച ഇയർ ഡോക്ടറിനെ നമുക്ക് പരിചയമുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്രയും വേഗം കണക്ട് ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിൽ എംപതറ്റിക് ആയി സമീപിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലുള്ള ബന്ധം
വളരെയധികം പോസിറ്റീവായിട്ട് മാറാൻ സഹായിക്കും. ഏതൊരു പ്രൊഫഷണൽ സെയിൽസ്മാനെ എടുത്തോളൂ, അവരൊക്കെ മികച്ച നെറ്റ്വർക്കേഴ്സ് ആണ്. അവർക്ക് ആ നാട്ടിലെ എല്ലാ ആളുകളുമായിട്ട് നല്ലൊരു ബന്ധം കാണും, അല്ലെ മികച്ച പ്രൊഫഷണൽസ് ഒക്കെ ആയിട്ട് ഒരു കണക്ഷൻ കാണും. ഇത് അവർക്ക് സെയിൽസിന് പോകുന്ന സമയത്ത് കസ്റ്റമറുടെ മറ്റ് ആവശ്യങ്ങൾക്ക്, അതായത് എന്ത് വിൽക്കാനാണോ ചെന്നിരിക്കുന്നത് അതല്ലാതെ മറ്റെന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് അതിനെയൊക്കെ സോൾവ് ചെയ്യാനായിട്ടുള്ള കണക്ഷൻസ് കൊടുക്കാൻ സഹായകരമാവും. കേവലം പ്രൊഡക്റ്റിനെയോ സർവീസിനെയോ പറ്റി കൃത്യമായി പഠിച്ച് അത് അവതരിപ്പിക്കുന്ന, പരീക്ഷയ്ക്ക് ഉത്തരവിടുന്ന ഒരു വിദ്യാർത്ഥിയെ പോലെ ആകാതെ, അതല്ലെങ്കിൽ ഒരു മെഷീനെ പോലെ ആകാതെ ഒരു മനുഷ്യത്വത്തോടു കൂടിയുള്ള സമീപനമാണ് ആർട്ട് ഓഫ് എംപതി എന്ന് പറയുന്നത്. പ്രൊഫഷണൽ സെയിൽസ്മാൻ ഈ സ്കില്ല് പൊസസ് ചെയ്യുന്ന വ്യക്തിയാണ്. 4, ആർട്ട് ഓഫ് പെർസ്വേഡിങ്. പെർസ്വേഡിങ് എന്നുള്ള വാക്ക് നിർബന്ധിക്കുക എന്നാണ് നമുക്കറിയാം, പക്ഷെ കസ്റ്റമറെ നിർബന്ധിക്കുകയല്ല ആക്ച്വലി ഒരു പ്രൊഫഷണൽ സെയിൽസ്മാൻ ചെയ്യുന്നത്. പെർസ്വേഡിങ് എന്നാണ് വാക്കെങ്കിലും അദ്ദേഹം ചെയ്യുന്ന പ്രോസസ് എന്താണെന്ന് ചോദിച്ചാൽ കസ്റ്റമറുടെ അടുത്ത് നിലവിലുള്ള കസ്റ്റമറുടെ കാഴ്ചപ്പാടുകളെ മാറ്റിയെടുക്കുകയാണ്, ചലഞ്ച് ചെയ്യാണ്. കസ്റ്റമറെ സംബന്ധിച്ച് ഈ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഇല്ലെങ്കിൽ മുൻപോട്ട് പോകാം എന്നുള്ള ചിന്തയാണ് ഉള്ളത്. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഇല്ലെങ്കിൽ ഉണ്ടാവുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ്, ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അത് കിട്ടിയാൽ കിട്ടുന്ന സൊല്യൂഷൻസ് എന്തൊക്കെയാണ്, അതിലൂടെ എന്തൊക്കെയാണ് ഗുണകരമായിട്ടുള്ള ഫ്യൂച്ചർ ഉണ്ടാവുന്നത്, ഇതൊക്കെ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന വഴി കസ്റ്റമറുടെ നിലവിലുള്ള കാഴ്ചപ്പാടിനെ ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ചലഞ്ച് ചെയ്ത് പുതിയൊരു കാഴ്ചപ്പാടിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ അതിന് നല്ല നോളജ് വേണം സെയിൽസ്മാന്. ഒരു പ്രൊഫഷണൽ സെയിൽസ്മാൻ നല്ല നോളജ്ഫുൾ ആയ ഒരു മനുഷ്യനായിരിക്കണം. എങ്കിൽ മാത്രമേ കസ്റ്റമർക്ക് നിലവിലുള്ള ചിന്താധാരയെ മാറ്റി പുതിയ ചിന്താധാരയോടെ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതിന് കൃത്യമായി എഡ്യൂക്കേറ്റ് ചെയ്യാനും ആ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സിലൂടെ കസ്റ്റമറുടെ ജീവിതത്തിൽ ഒരു വാല്യൂ കൊടുക്കാനും പ്രൊഫഷണൽ സെയിൽസ്മാന് കഴിവുണ്ട്. അപ്പൊ നിങ്ങളൊരു പ്രൊഡക്റ്റോ സർവീസോ വിൽക്കാനായി കസ്റ്റമർ അടുത്ത് ചെല്ലുന്ന സമയത്ത് കൃത്യമായി അതിനെക്കുറിച്ചുള്ള ഡീപ്പ് നോളജുമായിട്ട് തന്നെ ചെല്ലണം. ഈ ഡീപ്പ് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ കസ്റ്റമറുടെ നിലവിലെ കാഴ്ചപ്പാട് മാറ്റി ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്താണെന്ന് കൃത്യമായി തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കൺവിൻസ് ചെയ്യാനും ഒക്കെ കഴിയുകയുള്ളൂ. അപ്പൊ ഇതാണ് 4ാമത് ഒരു പ്രൊഫഷണൽ സെയിൽസ്മാൻ അക്വയർ ചെയ്യേണ്ട സ്കിൽ, ദ ആർട്ട് ഓഫ് പെർസ്വേഡിങ്. 5, ആർട്ട് ഓഫ് ക്ലോസിംഗ്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൃത്യമായി ഓപ്പൺ ചെയ്ത് കസ്റ്റമറുമായി നല്ലൊരു രീതിയിൽ സംസാരിക്കുകയാണ് ആദ്യം ചെയ്യുന്നതെങ്കിൽ തുടർന്ന് ചോദ്യങ്ങളിലൂടെ കസ്റ്റമറെ പറ്റി കൃത്യമായി മനസ്സിലാക്കുന്ന ആർട്ട് ഓഫ് പ്രോബിംഗ് ആണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. ദെൻ കസ്റ്റമറുമായി വളരെ നല്ലൊരു കണക്ഷൻ കൂടുതലായി ഉണ്ടാവുന്ന രീതിയിലുള്ള ആർട്ട് ഓഫ് എംപതി ആണ് ഉണ്ടാവേണ്ടത്. 4ാമത് ആർട്ട് ഓഫ് പെർസ്വേഡിംഗ് ആണ് അതിനുശേഷം ഒരു പ്രൊഫഷണൽ സെയിൽസ്മാന് വേണ്ട സ്കിൽ എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി ദ ആർട്ട് ഓഫ് ക്ലോസിംഗ്. ഇതൊക്കെ ചെയ്യുന്നത് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വിൽക്കാൻ വേണ്ടിയാണ്, അല്ലേ? അപ്പൊ വിൽക്കാൻ വേണ്ടി ചെന്ന വ്യക്തി കൃത്യമായി അത് കൺഫേം ചെയ്യണം. അതായത് കൺഫേം ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് പർച്ചേസ് ചെയ്യുന്നുള്ളത് കൺഫേം ചെയ്യുക. കൃത്യമായി തുറന്നു തന്നെ ചോദിക്കണം. കാര്യം ഇതെല്ലാം സംസാരിച്ചിട്ട് സെയിൽസിനുള്ള ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ് ആകുന്ന ക്ലോസിംഗ് ചെയ്തില്ലെങ്കിൽ പിന്നെ അവിടെ നിന്ന് സംസാരിച്ചൊക്കെ വെറുതെയാണ്. കാരണം നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിന്റെ അവയർനെസ് ഓഫീസർ അല്ല, അവിടെ ചെന്ന് കുറെ ബോധവൽക്കരണം നടത്താൻ പോകുന്ന വ്യക്തിയല്ല, സെയിൽസ്മാൻ ആണ്. അതുകൊണ്ട് നിങ്ങളത് വിൽക്കുകയാണ് വേണ്ടത്. തുറന്നു തന്നെ ചോദിക്കുക, എങ്ങനെയാണ് സാർ രജിസ്റ്റർ ചെയ്യുന്നത്? സാറ് ഗൂഗിൾ പേ വഴിയാണോ, ക്യാഷ് ആയിട്ടാണോ, അക്കൗണ്ട് ത്രൂ ആണോ, ചെക്കാണോ, എങ്ങനെയാണ് സാറ് പേയ്മെന്റ് അടയ്ക്കുന്നതെന്ന് എക്സ്പ്ലിസിറ്റ് ആയി തുറന്ന് ചോദിക്കണം. ഭൂരിപക്ഷം സെയിൽസ്മാൻമാർക്കും പറ്റുന്ന ഒരു അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് കസ്റ്റമർ ഇനി ബാക്കി പറയട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യും. അങ്ങനെ കസ്റ്റമർക്ക് ബോൾ കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ പറയണമെന്നില്ല, ഞാനത് ആലോചിച്ചിട്ട് പറയാമെന്നായിരിക്കും കസ്റ്റമർ പറയണ മറുപടി. അതിന് പകരം ഓൾറെഡി അത് സെയിൽസ് ക്ലോസ് ആയി കഴിഞ്ഞു എന്നുള്ളൊരു അസംഷനിലൂടെ, അസംപ്റ്റീവ് സെയിൽസ് എന്നാണ് ഇതിന് പറയണത്, ഒരു അസംഷൻ വെച്ചിരിക്കുകയാണ്, ക്ലോസ് ആയി കഴിഞ്ഞു എന്നിട്ട് ചോദിക്കുകയാണ്, സാർ എങ്ങനെയാണ് പേയ്മെന്റ് അടയ്ക്കണത്? ഇത് തുറന്ന് ചോദിക്കണം. ഇത് ചോദിക്കാണ്ടിരിക്കണോണ്ട് ധാരാളം സെയിൽസ് നഷ്ടപ്പെടുന്നുണ്ട്. ഒരു പ്രൊഫഷണൽ സെയിൽസ്മാൻ തന്റെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നല്ലതാണെന്നുള്ള ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെ, ഇത് കസ്റ്റമർക്ക് ഗുണം ചെയ്യുമെന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ വളരെ ഓപ്പൺ ആയി തന്നെ കോൺഫിഡന്റ് ആയി ഈ ചോദ്യം കൂടി ചോദിക്കും. ഇതാണ് ആർട്ട് ഓഫ് ക്ലോസിംഗ് എന്ന് പറയുന്നത്. ഈ 5 ഏരിയയിലും ഒരു സെയിൽസ്മാൻ നന്നായി വർക്ക് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അദ്ദേഹത്തിനും മികച്ച ഒരു സെയിൽസ് പ്രൊഫഷണലായി മാറാൻ കഴിയും. മികച്ച ഒരു സെയിൽസ് പ്രൊഫഷണൽ ആകണമെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ മൈൻഡ് സെറ്റിൽ മാറ്റം വരുത്തണം. എങ്ങനെ താനൊരു പ്രൊഫഷണലായി മാറണം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണം. സെയിൽസിലെ വിവിധ ടെക്നിക്സ് മനസ്സിലാക്കണം. കസ്റ്റമറുടെ സൈക്കോളജി എന്താണെന്നുള്ളത് പഠിക്കണം. ഇതൊക്കെ പഠിക്കാൻ സഹായിക്കുന്ന സെയിൽസ് ട്രാൻസ്ഫോർമേഷണൽ വർക്ക്ഷോപ്സ് ഞാൻ കണ്ടക്ട് ചെയ്യാറുണ്ട്. നിങ്ങൾക്കോ നിങ്ങളുടെ സ്ഥാപനത്തിനോ അത്തരത്തിലൊരു സെയിൽസ് വർക്ക്ഷോപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുക. ഇതേപോലുള്ള ഇൻസ്പിറേഷണലായ സെയിൽസിലും ബിസിനസ്സിലും ഒക്കെ മാറ്റം വരുത്താൻ സഹായിക്കുന്ന, ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ സഹായിക്കുന്ന വീഡിയോസ് കാണുന്നത് താങ്കൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയിലൂടെ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വീഡിയോയുടെ കഴിയുന്ന കമന്റ് ചെയ്ത് അറിയിക്കണം എന്ന് കൂടി റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. NK സൈനിങ് ഓഫ്.